വെൽക്കം ബാക്ക്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് പറഞ്ഞത്? ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് ഓൺ ഇക്വിലിബ്രിയം, ദെൻ ഇഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം ആൻഡ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച് ഓൺ ഇക്വിലിബ്രിയം. ടെമ്പറേച്ചർ ക്യാൻ ചേഞ്ച് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓൾസോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ ഓൺ ഇക്വിലിബ്രിയം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയത്തിൽ ഇനി ഒരു ഇനേർട്ട് ഗ്യാസ് ഇക്വിലിബ്രിയത്തിലേക്ക് ആഡ് ചെയ്താൽ അതിന് എന്ത് ഇഫക്റ്റാണ് ഉണ്ടാവുക? ഇഫ് യു ആർ ആഡിങ് ആൻ ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ആർഗൺ ടു ആൻ ഇക്വിലിബ്രിയം മിക്സ്ചർ kept at constant volume, then whether it can alter the equilibrium. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മളൊരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യുന്നു. അതുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാത്തൊരു ഗ്യാസ് ആ ഇക്വിലിബ്രിയം മിക്സറിലേക്ക് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ആഡ് ചെയ്യുന്നു. അതിന് ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ? ഇല്ല. ഇറ്റ് ഡു നോട്ട് ചേഞ്ചസ് ദി ഇക്വിലിബ്രിയം. എന്തുകൊണ്ടാണ് അത് ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുത്താത്തത്? ഒരു ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ പ്രഷറിൽ വ്യത്യാസം വരില്ലേ? ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരാത്തതിന് കാരണം ഇക്വിലിബ്രിയത്തിനെ ഓൾട്ടർ ചെയ്യാൻ കഴിയുന്നത് എ സബ്സ്റ്റൻസ് that is already involved in equilibrium or that can react with equilibrium can alter the equilibrium. ഇക്വിലിബ്രിയത്തിലുള്ളതോ അല്ലെങ്കിൽ അതിലുള്ള സബ്സ്റ്റൻസുമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്താൽ മാത്രമാണ് ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ഒരു നോൺ റിയാക്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഒരു ഇനേർട്ട് ഗ്യാസ് ഇക്വിലിബ്രിയം മിക്സറിൽ ആഡ് ചെയ്താലും ദർ ഇസ് നോ ചേഞ്ച് ഇൻ പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി ഗ്യാസസ് ഇൻവോൾവ് ഇൻ ദി ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന ഗ്യാസിൻ്റെ ഒന്നും പാർഷ്യൽ പ്രഷറിന് മാറ്റം വരുത്താൻ ആ ഇനേർട്ട് ഗ്യാസ് അഡീഷനിലൂടെ പറ്റില്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓർ പാർഷ്യൽ പ്രഷർ ഓഫ് ദി റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. So here the inert gas addition do not change the equilibrium under constant volume. Inert gas add ചെയ്താലും അത് ഇക്വിലിബ്രിയത്തിനെ ചേഞ്ച് ചെയ്യിക്കുന്നില്ല. കാരണം എന്താണ്? There is no change in partial pressures of gases or its concentrations. അപ്പോൾ ഇക്വിലിബ്രിയത്തിനെ ഓൾട്ടർ ചെയ്യിക്കണമെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസോ അല്ലെങ്കിൽ അതുമായി റിയാക്ട് ചെയ്യാൻ കഴിയുന്ന സബ്സ്റ്റൻസോ ആഡ് ചെയ്താൽ ഇറ്റ് ഓൾട്ടേഴ്സ് ദി ഇക്വിലിബ്രിയം. അത് നമ്മൾ കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റിൽ പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ ഡു നോട്ട് അഫക്റ്റ് ദി ഇക്വിലിബ്രിയം. ദെൻ അതുപോലെ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ഇക്വിലിബ്രിയം. വാട്ട് ഈസ് കാറ്റലിസ്റ്റ്? ഉൾപ്രേരകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റ് എന്താണ്? ദാറ്റ് ചേഞ്ചസ് റിയാക്ഷൻ വിത്തൗട്ട് അണ്ടർഗോയിങ് ചേഞ്ച് ഇൻ മാസ് ഓർ കെമിക്കൽ കോമ്പോസിഷൻ. മാസിലോ അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിലോ വ്യത്യാസമില്ല വരാതെ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യിക്കുന്നതാണ് കാറ്റലിസ്റ്റ്. റേറ്റ് കൂട്ടുന്നതും റേറ്റ് കുറയ്ക്കുന്നതുമായ കാറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ്? റിയാക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യിക്കുന്നതാണ് കാറ്റലിസ്റ്റ് വിത്തൗട്ട് ഡയറക്ട്ലി ഇൻവോൾവിങ് ഇൻ ദി റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ഇഫക്റ്റ് ഓഫ് എ കാറ്റലിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം? ഹൗ എ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റിയാക്ഷൻ റേറ്റ്? It allows the reaction to take place in a different path with a low activation energy. നമുക്ക് നോക്കാം ഒരു കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ഗ്രാഫിൽ നോക്കുക. എനർജി ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ദാറ്റ് ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് റിയാക്ഷൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആവുന്ന ആ ചേഞ്ചിൻ്റെ എനർജിയാണ് അവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. റിയാക്റ്റൻറ്റിൻ്റെ എനർജി റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നത് എങ്ങനെയാണ്? റിയാക്റ്റൻ്റ് എനർജി കൂടി ഒരു ഹയർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ്, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആവുന്നു. അതിന് നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയും. ദാറ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. റിയാക്റ്റൻ്റ് കുറച്ച് എക്സ്ട്രാ എനർജി നേടി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി അത് പിന്നെ എന്താണ്? ഡീകമ്പോസ് ചെയ്ത് പ്രോഡക്റ്റായി മാറുന്നു. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്താണ് പ്രോഡക്റ്റ് ആവുക. അതാണ് ഒരു റിയാക്ഷൻ്റെ പാത്ത്. റിയാക്റ്റൻ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലൂടെ പ്രോഡക്റ്റ് ആവുന്നു. ആ ഇൻ്റർമീഡിയറ്റ് എപ്പോഴും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല. അപ്പോൾ റിയാക്റ്റൻറ്റിലുള്ള ഇൻറ്ററാക്ഷൻ കുറയുകയും പ്രോഡക്റ്റ് ന്യൂ ഇൻറ്ററാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയാം. ഈ കോംപ്ലക്സ് ഫോം ചെയ്യാൻ റിയാക്റ്റൻറ്റിന് കുറച്ച് എക്സ്ട്രാ എനർജി വേണം. റിയാക്റ്റൻറ്റിന് ഓൾറെഡി കുറച്ച് എനർജി ഉണ്ട്, അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ എനർജിയും കൂടെ കിട്ടിയാലേ ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുള്ളൂ.
And that extra energy needed is called activation energy. Extra energy needed by reactant to change into products അല്ലെങ്കിൽ to form the complex. റിയാക്റ്റൻറ്റിന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്ട്രാ എനർജിക്ക് എന്ത് പറയും? ആക്ടിവേഷൻ എനർജി എന്ന് പറയും. ഇനി കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിളാണ്, അതപ്പോൾ തന്നെ ഡീകമ്പോസ് ചെയ്ത് എന്തായിട്ട് മാറും? പ്രോഡക്റ്റ് ആവും ബൈ റിലീസിങ് എനർജി. അതാണ് ഒരു റിയാക്ഷൻ്റെ പാത്ത്. അവിടെയുള്ള എനർജിയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ഇനി ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഇതേ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ അതെങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് കൂട്ടുക? In presence of catalyst, the reaction take place in a different path. ആദ്യത്തെ അതേ പാത്തിൽ കൂടിയല്ല റിയാക്ഷൻ നടത്തുക. അൺകാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ പാത്തല്ല കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഉണ്ടാവുക. മറ്റൊരു പാത്തിലൂടെ ഇൻ്റർമീഡിയറ്റായി പ്രോഡക്റ്റ് ആവുന്നു. അവിടെ എന്താണ്? ഒരു എനർജി കുറഞ്ഞ പാത്തിൽ കൂടിയാണ് അത് പ്രോഡക്റ്റായിട്ട് മാറുക. സോ കാറ്റലിസ്റ്റ് allows the reaction to take place in a different path with low activation energy. ആക്ടിവേഷൻ എനർജി കുറഞ്ഞ ഒരു പാത്തിൽ കൂടി റിയാക്റ്റൻറ്റിനെ പ്രോഡക്റ്റ് ആക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്രയും കുറച്ച് എക്സ്ട്രാ എനർജി മതി റിയാക്റ്റൻ മോളിക്യൂൾസിന്. അപ്പോൾ അധികം റിയാക്റ്റൻ മോളിക്യൂൾസിനും ആ എനർജി പ്രോസസ്സ് ചെയ്യാനും അതിന് പ്രോഡക്റ്റ് ആവാനും പറ്റും. അപ്പോൾ അങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ റേറ്റ് കൂട്ടുക ബൈ അലവിങ് ദി റിയാക്ഷൻ ടു ടേക്ക് പ്ലേസ് ഇൻ എ ലോ എനർജി പാത്ത് വേ അല്ലെങ്കിൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ഇനി അതിന് ഇക്വിലിബ്രിയത്തിലെ കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് എന്താണ്? അതാണ് നമ്മളിവിടെ പറയാം. ഇക്വിലിബ്രിയത്തിലെ കാറ്റലിസ്റ്റിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഇനി ഇക്വിലിബ്രിയം റിയാക്ഷൻ, അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആസ് വെൽ ആസ് എ ബാക്ക്വേർഡ് റിയാക്ഷൻ ടു ദി സെയിം എക്സ്റ്റെൻറ്റ്. അതായത് അവിടെ നോക്കിയാലേ നമുക്കറിയാം, റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ആവുന്ന പോലെ തന്നെ പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻറ്റും ആവുന്നു. അതേ പാത്തിൽ കൂടിയാണ് പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റ് ആവുക, കാറ്റലൈസ്ഡ് റിയാക്ഷനിലും അൺകാറ്റലൈസ്ഡ് റിയാക്ഷനിലും. അപ്പോൾ കാറ്റലൈസ്ഡ് റിയാക്ഷനിൽ എന്താണ്? എനർജി കുറഞ്ഞ പാത്തിൽ കൂടെ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റ് ആവുന്നു. അതുപോലെ പ്രോഡക്റ്റിന് തിരിച്ച് റിയാക്റ്റൻ്റ് ആവണമെങ്കിലും എന്താണ്? ആ ലോ എനർജി പാത്ത് വേയിൽ കൂടി തന്നെ വന്നാൽ മതി. സോ കാറ്റലിസ്റ്റ് അലൗസ് റിയാക്ഷൻ ഇൻ എ low energy pathway and it increases the rate of forward and backward reaction to the same extent. ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് ഒരുപോലെ ഇൻക്രീസ് ചെയ്യിക്കുന്നു കാറ്റലിസ്റ്റ്. അപ്പോൾ എന്താണ്? അത് ഇക്വിലിബ്രിയത്തിനെ ചേഞ്ച് ചെയ്യിക്കുന്നുണ്ടോ? സോ കാറ്റലിസ്റ്റ് ഡു നോട്ട് ഓൾട്ടേഴ്സ് ദി ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റ് ഒരിക്കലും ഇക്വിലിബ്രിയത്തിനെ ഓൾട്ടർ ചെയ്യിക്കുന്നില്ല. കാരണം കാറ്റലിസ്റ്റ് രണ്ട് റിയാക്ഷൻ്റെയും ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഒരുപോലെ ഇൻക്രീസ് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ ഡിഫറെൻ്റ് എനർജി കുറഞ്ഞ പാത്തിൽ കൂടിയാണ് രണ്ട് റിയാക്ഷൻ നടക്കുക. സോ കാറ്റലിസ്റ്റ് ഡു നോട്ട് ഓൾട്ടേഴ്സ് ദി ഇക്വിലിബ്രിയം ഓർ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ബട്ട് ഇറ്റ് ഹെൽപ്സ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം മോർ ഈസിലി. ഇപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ റേറ്റ് കൂടുമ്പോൾ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഈസിലി. എളുപ്പത്തിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ കഴിയും. സോ കാറ്റലിസ്റ്റ് ഹെൽപ്സ് ദി ഈസി അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം. Okay, that is the effect of catalyst in an equilibrium or in a reversible reaction. So catalyst increases reaction rate by allowing the reaction in a different path with low activation energy. It increases the rate of forward reaction and backward reaction to the same extent. So catalyst do not changes the equilibrium. It helps the easy attainment of equilibrium. ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് പറഞ്ഞു. കോൺസെൻട്രേഷൻ, അതുപോലെ പ്രഷറിൻ്റെ ഇഫക്റ്റ്, ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റ്, അതുപോലെ കാറ്റലിസ്റ്റ്. ഇതിനെല്ലാം റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിനെ ഓൾട്ടർ ചെയ്യിക്കാനോ അല്ലെങ്കിൽ റേറ്റ് കൂട്ടാനോ ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. ഇതിനൊക്കെ വളരെയധികം ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ ഹൈ എമൗണ്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യണം. എക്കണോമിക്കലായിട്ട് കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹെയ്ബർ പ്രോസസ്സിൽ എന്താണ്? നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഫോം ചെയ്യുന്നു. അത് എക്സോതെർമിക്കാണ്. ഹെയ്ബർ പ്രോസസ്സിൽ അമോണിയയുടെ ഫോർമേഷൻ എക്സോതെർമിക്കാണ്. -92.38 kilojoules ഓഫ് എനർജി ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദി ഫോർമേഷൻ ഓഫ് അമോണിയ. ഇപ്പോൾ എക്സോതെർമിക് ആകുമ്പോൾ ഏത് ടെമ്പറേച്ചർ കണ്ടീഷനാണ് സ്യൂട്ടബിൾ ആവുക? ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. പക്ഷേ വെരി ലോ ടെമ്പറേച്ചർ ആയിരുന്നാൽ റിയാക്ഷൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമോണിയയുടെ പ്രോഡക്റ്റ് ഫോർമേഷൻ കുറവായിരിക്കും.
ലോ ടെമ്പറേച്ചറിൽ. ഫോർവേഡ് ഡയറക്ഷനാണ് ലോ ടെമ്പറേച്ചറിൽ ഫേവറബിൾ ആവുന്നതെങ്കിലും സ്പീഡ് കുറയുന്നു, റിയാക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു പോകും. സോ an optimum temperature or an average temperature is suitable for the formation of ammonia. So the temperature selected is 500 degree, around 500 degree. അതുപോലെ അമോണിയയുടെ ഫോർമേഷനിൽ എന്താണ്, നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ച് എന്താണ്? അമോണിയയുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇതാണ്, N2 + 3H2 gives 2NH3. ഇതിന് ഡെൽറ്റ എച്ച് -92.38 കിലോ ജൂൾസ് പെർ മോൾ. ഇതാണ് എൻതാൽപ്പി ചേഞ്ച്. ഇപ്പോൾ എക്സോതെർമിക് ആണ്. ഇപ്പോൾ ലോ ടെമ്പറേച്ചറാണ് സ്യൂട്ടബിൾ എങ്കിലും റേറ്റ് കുറയുന്നതുകൊണ്ട് ഒരു ആവറേജ് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറാണ്? അറൗണ്ട് 500 ഡിഗ്രി അല്ലെങ്കിൽ ഓർ 773 കെൽവിൻ. 773 കെൽവിൻ ടെമ്പറേച്ചറാണ് ഇവിടെ സ്യൂട്ടബിൾ ആവുക. പ്രഷർ എങ്ങനെയായിരിക്കണം? ഇവിടെ 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും ചേർന്ന് 2 മോൾ അമോണിയ ഉണ്ടാകും. സോ ദർ ഇസ് എ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഏത് പ്രഷർ കണ്ടീഷനാണ് സ്യൂട്ടബിൾ ആവുക? ഹൈ പ്രഷർ ഈസ് സ്യൂട്ടബിൾ അല്ലേ? ഹൈ പ്രഷറിൽ നമ്പർ കുറയുന്ന ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. സോ എ ഹൈ പ്രഷർ അറൗണ്ട് 200 atm പ്രഷർ, 200 അറ്റ്മോസ്ഫിയേഴ്സ് അല്ലെങ്കിൽ 200 atm പ്രഷറും 500 ഡിഗ്രി ടെമ്പറേച്ചറും ആണ് അമോണിയയുടെ ഫോർമേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസ്. അതുപോലെ ഈ ഒരു ടെമ്പറേച്ചറിൽ ദി അയൺ കാറ്റലിസ്റ്റ്, സ്പോഞ്ചി അയൺ, ദാറ്റ് ഈസ് യൂസ് ടു കാറ്റലൈസ് ദി റിയാക്ഷൻ, ദാറ്റ് ഇൻക്രീസസ് റിയാക്ഷൻ റേറ്റ്. ഈ ടെമ്പറേച്ചറിൽ അയൺ കാറ്റലിസ്റ്റ് ഈ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. So the favorable conditions for the formation of ammonia is 500 degree temperature, 200 atm pressure and presence of Fe as catalyst. അതുപോലെ കോണ്ടാക്ട് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചറിങ്ങിലെ കോണ്ടാക്ട് പ്രോസസ്സ്, അവിടെ സൾഫർ ഡയോക്സൈഡും ഓക്സിജനും ചേർന്ന് സൾഫർ ട്രയോക്സൈഡായി മാറുന്നു. ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പ്. SO2 ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടി ചേർന്ന് SO3 ഗ്യാസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. Vanadium pentoxide or platinum is used as catalyst to increase the reaction rate. ഇപ്പോൾ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിസൈഡ് ചെയ്യാൻ ഈ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള സ്യൂട്ടബിളായ ടെമ്പറേച്ചർ, പ്രഷർ കണ്ടീഷൻസ്, അതുപോലെ കാറ്റലിസ്റ്റൊക്കെ സെലക്ട് ചെയ്താണ് ഇൻഡസ്ട്രിയൽ റിയാക്ഷൻസ് കൂടുതൽ ഇക്കണോമിക്കലാക്കുക. ദെൻ അയോണിക് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ പഠിക്കുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്. ഇക്വിലിബ്രിയം ഇൻവോൾവിങ് അയോൺസ്. അയോൺസ് ഇൻവോൾവ് ചെയ്യുന്ന ഇക്വിലിബ്രിയമാണ് അയോണിക് ഇക്വിലിബ്രിയം. നമ്മൾ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷനിൽ ഒരു അയോണിക് ഇക്വിലിബ്രിയം പറഞ്ഞിരുന്നു. Fe3 ഫെറിക് അയോണും തയോസൈനേറ്റ് അയോണും കൂടി ചേർന്ന് ഫെറിക് തയോസൈനേറ്റ് കോംപ്ലക്സ് ആവുന്നു. അവിടെ അയോൺസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ പറയുന്നത് അയോണിക് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ്. ആൻഡ് ഇൻ അയോണിക് ഇക്വിലിബ്രിയം ഇലക്ട്രോലൈറ്റ്സ് ആർ ഇൻവോൾവ്. അയോണിക് ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ആൻഡ് വാട്ട് ആർ ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രോലൈറ്റ്സ് മീൻസ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് അൻ ഇലക്ട്രോലൈറ്റ്. സോഡിയം ക്ലോറൈഡ് വെൻ ഡിസോൾവ്സ് ഇൻ വാട്ടർ ഇറ്റ് ഫോംസ് അൻ അക്വസ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതെന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ്. അതേസമയം ഷുഗർ സൊല്യൂഷൻ, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂഷൻ ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതെന്താണ്? ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിന് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. ആൻഡ് അതേഴ്സ് ആർ കോൾഡ് നോൺ ഇലക്ട്രോലൈറ്റ്സ്. സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ ആർ കോൾഡ് ഇലക്ട്രോലൈറ്റ്സ് and that do not conduct electricity are called non-electrolytes. And electrolytes are involved in ionic equilibrium. Ionic equilibrium involved ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. അത് അയോണൈസ് ചെയ്ത് അയോൺസ് ഫോം ചെയ്യും. അതാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുക. ഇനി ഇലക്ട്രോലൈറ്റ്സിൻ്റെ അയോണൈസേഷൻ, എല്ലാ ഇലക്ട്രോലൈറ്റിനും ഒരേ അയോണൈസേഷൻ അല്ലേ ഉണ്ടാവുക. ചില ഇലക്ട്രോലൈറ്റ് 100% അയണൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അത് മുഴുവനായും Na+ഉം Cl- അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. 100% അയണൈസ്ഡ് ആണ്. അതേസമയം ചില ഇലക്ട്രോലൈറ്റ്സിൽ പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അയോണൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക.
So the electrolytes are classified into two types based on its ionization. എത്രമാത്രം അയണൈസ് ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോലൈറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. വാട്ടറിൽ കംപ്ലീറ്റായും അയണൈസ് ചെയ്തുള്ള ഇലക്ട്രോലൈറ്റിനാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ ഈസ് സോഡിയം ക്ലോറൈഡ്. Sodium chloride is completely ionized as Na+ and Cl- in water. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും Na+ Cl- അയോണൈസ് ചെയ്യും. ആൻഡ് ദിസ് അയോൺസ് ആർ സറൗണ്ടഡ് ബൈ വാട്ടർ മോളിക്യൂൾസ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അയോൺസിനെ വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അയോൺസ് തിരിച്ച് വീണ്ടും NaCl മാറാതെ ഈ എന്താണ് Na+ന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വരും, Cl- ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വരും. അങ്ങനെ ഈ അയോൺസിനെ സെപ്പറേറ്റഡ് ആവുന്നു. സോ substances that are electrolytes that are completely ionized in aqueous solution are called strong electrolytes. And electrolytes that are only partially or incompletely ionized, they are called weak electrolytes. ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യലായിട്ട് അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. അത് മുഴുവനായിട്ടും അയണൈസ് ചെയ്യുന്നില്ല. കുറച്ച് ഇലക്ട്രോലൈറ്റ് മോളിക്യൂൾസ് അയണൈസ് ചെയ്യുമ്പോഴേക്കും അവിടെ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇക്വിലിബ്രിയം ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എത്ര അയണൈസ് ചെയ്യുന്നു അത്രയും തിരിച്ച് ഇലക്ട്രോലൈറ്റായി മാറുകയും ചെയ്യും. സോ ഇൻ സച്ച് ഇലക്ട്രോലൈറ്റ്സ് ദർ ഈസ് ഓൺലി പാർഷ്യൽ അയണൈസേഷൻ ആൻഡ് ആൻ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിലാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക. അത് അയണൈസ് ചെയ്ത് അതിൻ്റെ അയോൺസും അൺഅയണൈസ്ഡ് മോളിക്യൂൾസും തമ്മിൽ ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നു. An example is acetic acid. What is acetic acid? CH3COOH. അസറ്റിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷൻ, അത് വാട്ടറിൽ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ, അത് പാർഷ്യലി അയണൈസ് ചെയ്യും. കംപ്ലീറ്റ് മുഴുവൻ മോളിക്യൂൾസും CH3CO- H+- മാറുന്നില്ല. An equilibrium is established between the ions CH3CO- and H+. അസറ്റിക് ആസിഡിൻ്റെ അക്വസ് സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് അസറ്റേറ്റ് അയോൺ CH3CO- ഈസ് കോൾഡ് അസറ്റേറ്റ് അയോൺ ആൻഡ് H+. ഹൈഡ്രജൻ അയോണും അസറ്റേറ്റ് അയോണും ഉണ്ടാവും അസറ്റിക് ആസിഡ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ അൺഅയണൈസ്ഡ് അസറ്റിക് ആസിഡും അതിൻ്റെ അയോൺസും തമ്മിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് 100% അയണൈസ് ചെയ്യാത്തത്. ആദ്യം അസറ്റിക് ആസിഡ് കുറച്ച് അയണൈസ് ചെയ്യുമ്പോഴേക്കും ഈ അയോൺസ് തിരിച്ച് കമ്പൈൻ ചെയ്ത് അസറ്റിക് ആസിഡായി മാറും. അപ്പോൾ അത് ഒരേ റേറ്റിൽ വരുന്നതാണ് ഇക്വിലിബ്രിയം എന്ന് പറയും. സോ ഇൻ വീക്ക് ഇലക്ട്രോലൈറ്റ് ആൻ ഇക്വിലിബ്രിയം ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇറ്റ്സ് അയോൺസ്. ഇലക്ട്രോലൈറ്റിനും അതിൻ്റെ അയോൺസിനും ഇടയിൽ ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് കോൾഡ് അയോണിക് ഇക്വിലിബ്രിയം. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിലാണ് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുക. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ 100% അയണൈസ് ചെയ്യാത്തതൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ദേ മേ ഡിഫർ ഇൻ ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ അയണൈസേഷനിൽ ഡിഫറൻസ് ഉണ്ട്. ഓരോ ഇലക്ട്രോലൈറ്റിനും ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ദെൻ അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, അയോണിക് ഇക്വിലിബ്രിയം എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്, ആസിഡ്, ബേസ്, അത് കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സാൾട്ട്, ഇതെല്ലാം ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ് എന്താണ്? സബ്സ്റ്റൻസ് ആർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ആസിഡും ബേസും ആസിഡും ബേസും ചേർന്നുണ്ടാവുന്ന സാൾട്ടും എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് ആണ്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഈ ആസിഡിൻ്റെ ഇക്വിലിബ്രിയം, ബേസിൻ്റെ ഇക്വിലിബ്രിയം, അതുപോലെ സാൾട്ട് ഫോം ചെയ്തുണ്ടാവുന്ന ഇക്വിലിബ്രിയം, ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇനി അയോണിക് ഇക്വിലിബ്രിയത്തിൽ സ്റ്റഡി ചെയ്യാം. വാട്ട് ആർ ആസിഡ്സ് ആൻഡ് ബേസസ്? നിങ്ങൾ പല ടൈപ്പ് ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഹെൽപ്സ് ഡൈജഷൻ, അല്ലേ? ഡൈജഷനെ സഹായിക്കുന്നു. അതുപോലെ വിനെഗർ, അല്ലേ? വിനെഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിനെഗറിൽ എന്താണുള്ളത്? അസറ്റിക് ആസിഡ്. അതുപോലെ വാഷിംഗ് സോഡ നമ്മൾ അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഷിംഗ് സോഡ, അതെന്താണ്? ബേസാണ്. അപ്പം ആസിഡും ബേസും നമുക്ക് പരിചയമുണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ്?
ആസിഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. ലിറ്റ്മസ് ഉപയോഗിച്ചാണ് നമ്മൾ ആസിഡ് ബേസ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി മാറ്റുന്നത്? എന്താണ്? ആസിഡാണ്. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. പിന്നെന്താണ്? ആസിഡ് ഗീവ്സ് H+ അയോണിനെ തരുന്നു. ദെൻ ആസിഡിൻ്റെ ടേസ്റ്റ് എന്താണ്? സോർ ടേസ്റ്റ് അല്ലേ? പുളിരസമാണ് ആസിഡിന് ഉണ്ടാവുക. സോർ ടേസ്റ്റാണ് ആസിഡിന്. റിയാക്ട് വിത്ത് മെറ്റൽ ലിബറേറ്റിംഗ് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. എല്ലാ ആസിഡും തന്നെ മെറ്റൽസുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ റിലീസ് ചെയ്യിക്കുന്നു. അപ്പോൾ ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അതുപോലെ ആസിഡിൻ്റെ pH വാല്യൂ <7 ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്, സോർ ടേസ്റ്റ്, ആൻഡ് ഇറ്റ് റിലീസസ് H+. ഇറ്റ് റിയാക്ട് വിത്ത് മെറ്റൽസ് റിലീസിങ് ഹൈഡ്രജൻ. മെറ്റലുമായി റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. ഇനി ബേസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ബേസിൻ്റെ pH വാല്യൂ <7 ആണ്. 7ൽ കൂടുതലാണ് pH വാല്യൂ. ലിറ്റ്മസിലുള്ള കളർ ചേഞ്ച് എന്താണ്? ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ. റെഡിനെ ബ്ലൂ ആക്കി മാറ്റുന്നു. ദെൻ ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റാണ്. സോപ്പി ഫീലിങ്ങും ബിറ്റർ ടേസ്റ്റുമാണ് ബേസിനുണ്ടാവും. സോപ്പി ഫീലിംഗ് വഴുവഴുപ്പുണ്ടാവും. അതുപോലെ ബിറ്റർ ടേസ്റ്റ് കയ്പ്പ് രസമാണ് ബേസിനുണ്ടാവുക. അപ്പോൾ ഇതാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ആസിഡ് ബേസ് കൺസെപ്റ്റ്സ് പഠിക്കും, അതിൻ്റെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ്. ഇനി ഈ ആസിഡും ബേസും പ്രോപ്പർ പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്താണ് സാൾട്ട് ഫോം ചെയ്യാം. ആസിഡ് ആൻഡ് ബേസ് കമ്പൈൻസ് ഫോമിങ് സാൾട്ട്. ആൻഡ് ദി സാൾട്ട്സ് ആർ യൂഷ്വലി കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷൻ. സാൾട്ട് അക്വസ് സൊല്യൂഷനിൽ കംപ്ലീറ്റ് അയണൈസ് ചെയ്യും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഈസ് സാൾട്ട്. ഏതൊക്കെ ആസിഡിൽ നിന്ന് ബേസിൽ നിന്നാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുക? NaOH ആൻഡ് HCl. NaOHും HClയും കൂടി ചേർന്ന് NaCl, സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ഫോം ചെയ്യും. ഇവിടെ സോഡിയം ക്ലോറൈഡാണ് സാൾട്ട് എന്ന് പറയാം. അപ്പോൾ ഈ സാൾട്ട് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്. അക്വസ് സൊല്യൂഷനിൽ അത് കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് Na+ഉം Cl- എക്സിസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ദിസ് അയോൺസ് ആർ സോൾവേറ്റഡ് ഓർ സോൾവേഷൻ എന്ന് പറഞ്ഞാൽ ഈ അയോൺസിനെ സോൾവെൻറ്റ് മോളിക്യൂൾസ് സറൗണ്ട് ചെയ്ത് അത് വീണ്ടും കൂടിച്ചേരാതെ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. അതിനാണ് സോൾവേഷൻ എന്ന് പറയാം. സോൾവെൻറ്റുമായിട്ടുള്ള അയോൺസിൻ്റെ ഇൻറ്ററാക്ഷനാണ് സോൾവേഷൻ. അതിലൂടെ എനർജി റിലീസ് ചെയ്യും, അത് സ്റ്റേബിൾ ആവും. സോ ദിസ് NaCl അയണൈസ്ഡ് ആസ് Na+ ആൻഡ് Cl-. NaCl നിന്നും Na+ഉം Cl- ഫോം ചെയ്യും. ആൻഡ് ദിസ് Na+ ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ മോളിക്യൂൾസ്. അതുപോലെ Cl- ഈസ് ഓൾസോ സറൗണ്ടഡ് ബൈ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ആർ സ്റ്റെബിലൈസിങ് ഇറ്റ്. സോ ദിസ് അയോൺസ് ഡു നോട്ട് കമ്പൈൻസ് ബാക്ക്. Na+ഉം Cl- തിരിച്ച് വീണ്ടും കമ്പൈൻ ചെയ്യുന്നില്ല. കാരണം അതിനെ രണ്ടിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്നത് സോൾവെൻറ്റ് മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വാട്ടർ ആയതുകൊണ്ട് നമുക്കതിനെ ഹൈഡ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പൊതുവെ സോൾവേഷൻ എന്ന് പറയും. അയോൺസ് സോൾവെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് സോൾവേഷൻ എന്ന് പറയും. ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. ദാറ്റ് ഈസ് ആസിഡ് ബേസ് ആൻഡ് സാൾട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയത്തിൽ ഇഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ, അതുപോലെ ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ഇക്വിലിബ്രിയം, ഹൗ കാറ്റലിസ്റ്റ് ഇൻക്രീസസ് റിയാക്ഷൻ റേറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ ഇതിൻ്റെ ഈ ഫാക്ടേഴ്സ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ അയോണിക് ഇക്വിലിബ്രിയം ഇൻവോൾവിങ് അയോൺസ് ഫോം ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ ആസിഡ് ബേസ് സാൾട്ട്, ഓൾ ആർ ഇലക്ട്രോലൈറ്റ്സ്. അതിൻ്റെ ക്യാരക്ടേഴ്സ്, ആസിഡിൻ്റെയും ബേസിൻ്റെയും സാൾട്ടിൻ്റെയും ഒക്കെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ. ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.